ചെർപ്പുളശ്ശേരിയിൽ എല്ലാ ബസ്സുകളും പുത്തനാൽക്കൽ പരിസരത്തെ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് സർവീസ് നടത്തണം. ചൊവ്വാഴ്ച ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി യോഗത്തിലാണ് തീരുമാനം. മെയ് 30 മുതൽ തീരുമാനം പ്രാബല്യത്തിൽ വരുത്തുമെന്ന് നഗരസഭ അധികൃതർ പറഞ്ഞു. ചെർപ്പുളശ്ശേരി ഇനി മുതൽ 30-ാം തീയതി മുതൽ ഒരു പുതിയ ട്രാഫിക് പരിഷ്കരണം നടപ്പിലാക്കുകയാണ്. നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് ലൈവാക്കിക്കൊണ്ട് ഇനി മുതൽ അവിടെയായിരിക്കും എല്ലാ ബസ്സുകളും സർവീസ് നടത്തേണ്ടത്. വെയിറ്റ് എല്ലാം അവിടേക്ക് മാറ്റിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എല്ലാ ഭാഗത്തു നിന്ന് വരുന്നതും പാലക്കാട്, മണ്ണാർക്കാട്, പെരിന്തൽമണ്ണ, ഒറ്റപ്പാലം, പട്ടാമ്പി ഭാഗത്തു നിന്ന് വരുന്ന എല്ലാ ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകളും അവിടെ നിന്ന് ആയിരിക്കണം സർവീസ് ഇനി മുതൽ 30-ാം തീയതി മുതൽ സർവീസ് നടത്തേണ്ടത്. നേരത്തെ നടപ്പാക്കിയ പരിഷ്കാരങ്ങളിൽ ജനങ്ങൾക്കും വാഹനയാത്രക്കാർക്കും ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പുതിയ ക്രമീകരണങ്ങൾ നടപ്പാക്കുന്നതിനുമായാണ് വീണ്ടും ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നത്. ചെർപ്പുളശ്ശേരിയിലെ എല്ലാ ബസ്സുകളും ഇനി പുത്തനാൽക്കൽ പരിസരത്തെ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് സർവീസ് നടത്തണമെന്ന നിർദ്ദേശം മുന്നിൽ വെച്ചാണ് ചർച്ച ആരംഭിച്ചത്. ഇതുമായി ഒരു പരിഷ്കരണമായി ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് ലൈവ് ആക്കി മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് തന്നെയാണ്. അപ്പോൾ അതുമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിൽ നിങ്ങളുടെ ഏറിയ പങ്കും അല്ലെങ്കിൽ ആ ഒരു പിന്തുണ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. യോഗത്തിൽ പങ്കെടുത്തവരെല്ലാം ഇതിന് പിന്തുണ അറിയിച്ചു. നേരത്തെ പറഞ്ഞ പുത്തനാൽക്കാവ് ക്ഷേത്രത്തിന്റെ സ്ഥലം കൂടി എടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഒരു പരിധി വരെ പരിഹരിക്കും. എനിക്ക് തോന്നുന്നത് ഈ 30-ാം തീയതി തന്നെ ഒരു ട്രയൽ എന്നുള്ള നിലയ്ക്ക് ഇത് തുടങ്ങണം. കാരണം ഇങ്ങനെ സ്കൂൾ എടുക്കാൻ പിന്നെ ഒരു 1-2 ദിവസം ഉണ്ടാവും. 30-ാം തീയതി നടപ്പാക്കണം. അതിനുശേഷം ചെർപ്പുളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിന്റെ കാളപ്പറമ്പ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പുതിയ പരിഷ്കാരം നടപ്പാക്കുക. ഇവിടെ ബസ്സുകൾക്ക് പാർക്ക് ചെയ്യുന്നതിനും സ്ഥലപരിമിതി ഉള്ളതിനാൽ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും സുഗമമായി സർവീസ് നടത്തുന്നതിനും ഇത് ഉപകാരപ്പെടുമെന്നാണ് വിലയിരുത്തൽ. പരിഷ്കാരത്തിനായി കാളപ്പറമ്പ് ലഭ്യമാക്കുന്നത് സംബന്ധിച്ച് ക്ഷേത്രം അധികൃതരുമായി കൂടിയാലോചിച്ച് തീരുമാനമെടുത്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ നഗരസഭയ്ക്ക് അനുകൂലമായ നിലപാടാണ് ക്ഷേത്രം അധികാരികൾ സ്വീകരിച്ചിട്ടുള്ളതെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു. 30 മുതൽ വിവിധ പ്രദേശങ്ങളിലേക്ക് പോകുന്ന യാത്രക്കാർ പുതിയ ബസ് സ്റ്റാൻഡിലെത്തി അവിടെ നിന്നുമാണ് ബസ്സുകളിൽ യാത്ര ചെയ്യേണ്ടത്. കൂടാതെ ഹൈസ്കൂളിലെ കുട്ടികൾക്ക് ബ്രഹ്മദത്തൻ റോഡ് വഴി ബസ് സ്റ്റാൻഡിലെത്തി അവിടെ നിന്ന് ബസ്സുകളിൽ കയറി പോകാമെന്നും നഗരസഭാ അധികൃതർ പറയുന്നു. നേരെ സ്കൂൾ വിടുന്നു. സ്കൂൾ വിട്ടിട്ട് ഇല്ലിക്കോട്ട് ആ ബ്രഹ്മദത്തൻ റോഡ് കൂടെ വളരെ സുന്ദരമായിട്ട് അങ്ങ് പോകാം. ഇവിടുന്ന് ചെർപ്പശ്ശേരി ടൗണിൽ പോണ ആ ദൂരം കൊണ്ട് അവർ എവിടെ എത്തും? ആഷിഖിന്റെ മുന്നിലെത്തും. ഒരു വിഷയവുമില്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ബഹുമാനപ്പെട്ട നിയമപാലകർ അവിടെ നിന്ന് നിൽക്കണം. സ്കൂൾ വിടുമ്പോഴും സ്കൂളിലെ സ്കൂളിലേക്ക് വരുന്ന സമയത്തും എത്ര വളരെ സേഫായിട്ട് അങ്ങോട്ട് പോകാം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കൺജഷൻ, നമ്മുടെ എല്ലാ ബ്ലോക്കുകളും നമുക്ക് തീരും. അതിലൂടെ നമുക്ക് മുന്നോട്ട് പോകണം എന്നാണ് പറയാനുള്ളത്. ഓട്ടോറിക്ഷക്കാർക്ക് യാതൊരു പ്രശ്നവുമില്ല. ഓട്ടോറിക്ഷക്കാരനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇനിയും ഒട്ടും വർദ്ധിക്കുകയുള്ളൂ. കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഒറ്റപ്പാലം റോഡിലടക്കം കച്ചവടം വർദ്ധിക്കുകയുള്ളൂ. ഉറങ്ങിക്കിടക്കുന്ന പാലക്കാടൻ റോഡും പഴയ നമ്മുടെ 3 കൂടിയോ ഉറങ്ങിക്കിടക്കുന്ന ഒറ്റപ്പാലം റോഡും വളരെ ശക്തമായിട്ട് വികേന്ദ്രീകരിച്ചുകൊണ്ട് കച്ചവടം ഉണ്ടാവുമെന്ന കാര്യം ഉറപ്പാണ്. എന്തായാലും സന്തോഷത്തോടു കൂടി ഈ തീരുമാനങ്ങൾ ഏറ്റെടുത്തതിൽ വളരെ സന്തോഷമുണ്ട്. 30-ാം തീയതി ഈ തീരുമാനം നമ്മൾ നടപ്പാക്കുമെന്നാണ് ബഹുമാനപ്പെട്ട നമ്മുടെ പൊതുമരാമന്ത്രി തീരുമാനിക്കുന്നത്. നഗരത്തിലെ മറ്റ് ഗതാഗത പ്രശ്നങ്ങളും യോഗത്തിൽ ചർച്ചയായി. ഇപ്പൊ എല്ലാ കവലകളിലും ഓട്ടോ സ്റ്റാൻഡുകളുണ്ട്, ഓട്ടുണ്ട്, ഗ്രാമീണ ഓട്ടുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും കൂടി ഇവര് ചില ക്രിമിനലുകളെ പോലെ സ്വന്തമായിട്ട് പറഞ്ഞ് ഞങ്ങൾ പോയി ഓട്ടോക്കാരാണെങ്കിലും അങ്ങനെയുള്ള കുറെ ടീമുകൾ വന്നിവിടെ നമ്മളിത് ഇതിനൊക്കെ വെല്ലുവിളിക്കുന്ന അവസ്ഥ ഉണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ ഈ രേഖകൾ പരിശോധിച്ചുകൊണ്ട് കൃത്യമായി ഇതിന് ക്രമീകരണം വരുത്തി നമ്പർ എടുക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കണം. ചെറുപ്പശ്ശേരിയിൽ പോയിട്ട് മറത്താൽ പോലും ഞാൻ സാധനമാണ് അമ്പാടി പോയിട്ട് കാറോട് പോയി എക്സാമ്പിൾ ഞാൻ ഏത് പോയിട്ട് കാട്ട മുമ്പിൽ കാർ നിർത്തണം. എവിടെ എനിക്ക് നിർത്താൻ പറ്റും? കാരണം നിങ്ങളെ മോലാജിങ്ങളെ പണിക്കാരും വേണ്ടി തന്നെ ഉണ്ടാവും അതിന്റെ മുന്നിൽ. പിന്നെ ഞാൻ അവിടെ നിർത്താം. പിന്നെ 4 വരി പാതിയില്ല 1 വരി പാതപ്പം നമ്മൾ നിർത്താൻ ഉപയോഗിക്കുക. അല്ലെങ്കിൽ പിന്നെ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിർത്തിയിട്ട് നടക്കണം കാർ പോലും. അപ്പൊ അവരുടെ സൗകര്യവും പാർക്കിംഗും ഒക്കെ നോക്കി നമ്മുടെ കച്ചവടം തന്നെ ഒരു 50% കച്ചവടം ചെറുപ്പശ്ശേരിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ചെറുപ്പശ്ശേരി കൂടുതൽ സൗകര്യങ്ങൾ വന്നാൽ വ്യാപാരികൾക്ക് ഒരു 50% കച്ചവടം കൂടി വരാനുള്ള സാധ്യത ഉണ്ട്. ഇത് ഇല്ലാത്തത് കൊണ്ട് ആളുകൾ തൊട്ടപ്പുറത്ത് അങ്ങാടികളിലേക്ക് മാർക്കറ്റുകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. നമ്മളിപ്പോ ഇതൊക്കെ ദിവസം അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ എടുക്കുന്ന തീരുമാനം നമ്മൾ ലേശം പരിക്ക് പറ്റിയാലും ചെറിയ പരിക്ക് അല്ലെങ്കിൽ വലിയ പരിക്ക് രക്ഷപ്പെടാൻ വേണ്ടിയാണ്.
നമ്മൾ ചെറിയ പരിക്ക് ഏൽക്കുന്നത്. നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടിയുണ്ടാകുമെന്നും ചെർപ്പുളശ്ശേരിക്ക് ഒരു ട്രാഫിക് യൂണിറ്റ് മേലധികാരികളോട് ആവശ്യപ്പെടുമെന്നും സർക്കിൾ ഇൻസ്പെക്ടർ കവിരാജ് പറഞ്ഞു. നിങ്ങളോട് വളരെ സഗൗരവം വളരെ സീരിയസ് ആയിട്ട് ഞാൻ പറയാം. നിങ്ങളെ ആരും ബുദ്ധിമുട്ടിക്കാൻ തയ്യാറല്ല. പക്ഷെ നിങ്ങൾ ഇവിടെ വെക്കുന്ന സജഷൻ അംഗീകരിച്ചു പോകണം, യാതൊരു മാറ്റവും. അത് പോലീസിന്റെ നിർദ്ദേശം എന്ന് പറയുന്നത് പുതിയൊരു നമ്മുടെ സ്റ്റാൻഡ് പണിഞ്ഞിട്ടുണ്ട് ലക്ഷങ്ങൾ കൊണ്ട്. നിങ്ങളെല്ലാവരും അവിടേക്ക് വരിക, അവിടെ കേന്ദ്രീകരിച്ച ശേഷം തിരിച്ചു പോകും. ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് കുട്ടനാട്ടിലെ അമ്പലത്തിന്റെ സ്ഥലം കൂടെ വരാമെന്ന് പറഞ്ഞു. ഏറ്റവും നല്ല കാര്യമാണ്. നിങ്ങൾ അവിടേക്ക് വന്ന് ഒരാഴ്ച ഫോളോ അപ്പ് ചെയ്താൽ ആളുകളെല്ലാം ഇങ്ങോട്ട് വരും, ഉറപ്പായിട്ടും വരും. നഗരസഭാ ചെയർപേഴ്സൺ KT ജംസിയ യോഗത്തിൽ അധ്യക്ഷയായി. വൈസ് ചെയർപേഴ്സൺ C ജയകൃഷ്ണൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷർ, കൗൺസിലർമാർ, മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഓട്ടോ ടാക്സി ബസ് അസോസിയേഷൻ ഭാരവാഹികൾ, വ്യാപാരി സംഘടനാ ഭാരവാഹികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി.